ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ. പിന്നെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ ചെറിയൊരു കുഞ്ഞു വ്ളോഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ ഇല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതുപോലെ തന്നെ മാലിക്ക് പറ്റുവാണെങ്കിൽ ഡ്രസ്സ് എടുക്കണണ്ട. പറ്റുവാണല്ല, മാലിക്ക് ഡ്രസ്സ് എടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡ്രസ്സ് എടുക്കണം. എന്തായാലും ലേറ്റ് ആയി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും നേരം വൈകിടാം. അപ്പോൾ വീഡിയോ ആരും മിസ്സാക്കരുത്, മുഴുവൻ കാണണം. ഓക്കെ. ഇനി മാലിയുടെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ചട്ടി ക്രിയേറ്റർ അത് ഒക്കെ സെറ്റ് ചെയ്ത അവസാനം ഫിനിഷിംഗ് വർക്ക് ഇല്ലേ, അവിടെ ഒക്കെ കയ്യുന്നു പോലെ കുറച്ച് കൊറേയായി. അതാകെ ഇനിയും പെരുന്നാൾ വരും. അപ്പൊ വീട്ടിലെ പലചരക്ക് ഐറ്റംസ് ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഒരു പലചരക്ക് ഷോപ്പിലാട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് കിട്ടും ചെയ്യും. അതുമാത്രമല്ല ഈ ഷോപ്പ് ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഷോപ്പുകളിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല റേറ്റിൽ നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് അവൈലബിളും ആണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് എന്തോരം വേണമെന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടാണ് അമ്മത്ത് വന്നേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പൊതുവേ പർച്ചേസ് കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിൽ വെറുതെ വലിച്ചു വരി എടുക്കണമുണ്ടാവും. അപ്പോൾ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ നോട്ട് മൊബൈൽ ടൈപ്പ് ചെയ്ത് വെച്ച് വന്നത്. ചെറുത് കുറച്ചും കൂടി വെഞ്ചിരി പോകാൻ അങ്ങനെ ഇവിടുത്തെ പർച്ചേസും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി വെജിറ്റബിൾ ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. നേരെ നമുക്ക് വൈമാലി പോയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് എടുക്കാം. അത് ഹോൾസെയിൽ കട, ഭയങ്കര തിരക്കാണ്, ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. വൈമാലിലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ട് ഇവിടെ വെളിച്ചെണ്ണ 200. ഞങ്ങൾ രണ്ടാളുള്ള കാരണം ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാലും കുറെ നാളുണ്ടാവും. ഇപ്പൊ കുറെ നാൾ കഴിച്ചപ്പോ പിന്നെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ. വെളിച്ചെണ്ണക്ക് എത്രയാ? 300 സംതിങ്, 340. നമ്മന്ന് വാങ്ങുമ്പോ 250 ഉണ്ടായുള്ളൂ. ഇപ്പൊ 340. റേറ്റ് നോക്കി ഇങ്ങനെ കുത്തനെ കയറിയ പോണു വെളിച്ചെണ്ണയുടെ ഒക്കെ. ചേച്ചി പറഞ്ഞു ഇനിയും കൂടുള്ളൂ, ഇത് കുറയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വൈമാളിലെത്തി. ഇനി ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം. അതുപോലെ തന്നെ മാലിക്ക് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം. മാലി എവിടെ? മാലിനെ കാണാനില്ല. ലിഫ്റ്റിൽ പോട്ടാ. മാലി ലിഫ്റ്റ് ക്ലോസ് ചെയ്തേ. മാലി ഡോറടഞ്ഞു നോക്കിയേ. എന്തേ വൈമാളിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് മുമ്പ് ആദ്യം തന്നെ പോയത് സുഡിയോയ്ക്ക് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസും കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് നടക്കണ്ട. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കാൻ വേണ്ടി. ബ്ലാക്ക് വേണോ? ബ്ലാക്ക് ഉള്ളതല്ലേ? ഇത് ടീഷർട്ടാണ്. ടീഷർട്ട് ടൈപ്പ് ഒന്നും വേണ്ട. ചൂടെടുക്കും. വൈറ്റ് ഓൾറെഡി ഉണ്ട്. ഇടലടാ ഭംഗിയില്ല. അതൊന്നും ഭംഗിയില്ല.
കയ്യിലുള്ള കളർ കുഴപ്പമില്ലല്ലോ. ആ പോയി ട്രൈ ചെയ്തു. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ സ്റ്റുഡിയോയിൽ. ഇപ്പോൾ ബില്ല് ചെയ്യാനുള്ള വരിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഗാർമെൻറ്റ്സ് ബില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറ പിടിച്ചൊരു പരിപാടിയാണ്. ഈ പറഞ്ഞ അതിൽ നമ്മൾ സെക്യൂരിറ്റി പിൻ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യണം, പിന്നെ ഓരോന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. സത്യത്തിൽ ഡ്രസ്സ് എടുക്കാൻ വന്ന ആൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സെയിം കളക്ഷൻസ് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് വലിയ താല്പര്യമായില്ല അതെടുക്കാൻ. പിന്നെ നമ്മൾ അധികം സമയം കളയാൻ നിന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് എടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാലിക്ക് വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വേണം ഡ്രസ്സ് നോക്കാൻ. അങ്ങനെ നമുക്ക് വരുന്ന വഴി ട്രാൻസ് വുമണിൽ പോയിട്ട് അവൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുവിടാം. ഞാൻ ഓൾറെഡി സ്റ്റുഡിയോന്ന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഷർട്ട്. കഴിഞ്ഞ പരിപാടി ചീസി പൊറോട്ട വിത്ത് മിൽക്ക് ടീ. ചീസി പൊറോട്ട വിത്ത് മിൽക്ക് ടീ. പിന്നെ നമ്മൾ നേരെ വന്നത് ബ്യൂട്ടി സിൽസിക്ക് കേട്ടോ. ഇനി മാലിക്ക് ഡ്രസ്സ് ഇടണം, അതോടൊപ്പം തന്നെ ഉമ്മാക്ക് 2 ജോഡി ചുരിദാർ ഇടണം. ഉമ്മാക്ക് ആനിവേഴ്സറിക്ക് നമ്മൾ ചുരിദാർ എടുത്ത് കൊടുത്തിരുന്നു. അത് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഒതുക്കുണ്ട്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഉമ്മാക്ക് 2 ജോഡി കൂടി എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ മാലിക്ക് ഡ്രസ്സ് എടുക്കാൻ താഴ്ത്തിക്ക് കൂടാം. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് മാലിയുടെ ഡ്രസ്സൊക്കെ വരുന്നത്.
ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ മാലിനെ നോക്കാന്നുള്ള തന്നെയാട്ടോ. ഇവനാണെങ്കിൽ എടുക്കാനും സമ്മതിക്കില്ല, താഴ്ത്തി നിർത്തും വേണം, എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഓടി നടന്ന് കളിച്ച് ഓരോന്നോരോന്ന് വലിച്ചിട്ടുള്ളതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. അതിന് ഉമ്മാക്ക് ചുരിദാറൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ മാലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടാ. ഇവിടെ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. രണ്ടും മൈണ്ട് ഇത് മതിയില്ലേ? മാലിക്ക ഹലോ, ഹൗ ആർ യു? സമയം അത്യാവശ്യം ലേറ്റായി. ഇപ്പോൾ വരുന്ന വഴി ഭയങ്കര വിശപ്പ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ മല്ലു മക്കാനിസിലെടുത്താം. നമ്മൾ ഇടമുട്ടത്താണ് മല്ലു മക്കാനിസ് വരുന്നത്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റാണ്. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്, പുറത്തൊക്കെ പോയി കഴിക്കും. അങ്ങനെ ഫുഡ് അടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിൽ നിന്ന് വേണ്ടതൊക്കെ ഡിവൈഡ് ചെയ്ത് എടുത്തു വെച്ചോട്ടാ. നോക്കിയേ, നേരത്തെ കൊണ്ടുവന്ന നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിട്ടുണ്ടാ. തലേ